പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിലും എസ്എഫ്ഐയുടെ ആക്രമണമെന്ന് പരാതി. ഒന്നാം വർഷ വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത്. BA സംസ്കൃതം മലയാളം വിദ്യാർത്ഥികളായ റംഷീദ്, സഫ്വാൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപണം ഉയരുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിലും SFIയുടെ വലിയ രീതിയിലുള്ള ആക്രമണം എന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നത്. ഇത് പരാതിയായി നൽകിയിട്ടും ആരും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. പട്ടാമ്പി സംസ്കൃത കോളേജിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ SFIക്കാർ മാരകമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഒന്നാം വർഷ BA മലയാളവും അതുപോലെ തന്നെ ഒന്നാം വർഷ BA സംസ്കൃതം എന്നീ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ, റംഷീദും അതുപോലെ തന്നെ സഫ്വാനും, ഇവരാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവരെ മാരകമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഈ മർദ്ദിച്ചതിന് ശേഷം അവർക്ക് പരിക്കേറ്റതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കൃത്യമായി പോലീസിലും ഒപ്പം തന്നെ കോളേജ് അധികൃതർക്കുമൊക്കെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചാണ് ഇവർ പരാതി നൽകിയത്. പക്ഷേ ആ പരാതിയിൽ ഇതുവരെയും കേസെടുക്കാനോ മറ്റു നടപടികൾക്കോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളുടെ പരാതി. ഒപ്പം തന്നെ ഈ കലാലയത്തിൽ വലിയ രീതിയിൽ SFIയുടെ ആക്രമണങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യമാണ് ഈ പട്ടാമ്പിയിലെ സംസ്കൃത കോളേജിൽ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പരാതിയായി പറയുന്നത്. പ്രധാനമായും ഈ സംസ്കൃത കോളേജിൽ ഭരണം SFIക്ക് നഷ്ടമായിരുന്നു. ആ ഭരണം നഷ്ടമായതിനു ശേഷം നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് പരാതിയായി പറയുന്നത്. ഈ MSF മറ്റ് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ SFI പറയുന്നത് തങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ MSFകാർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിഷയത്തിൽ SFI പറയുന്നത്. പോലീസിൽ ഉൾപ്പെടെ SFI പരാതി നൽകുകയും ഒരു ലീഗ് നേതാവിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും SFI ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി SFIയുടെ അതിക്രമങ്ങൾ കലാലയങ്ങളിൽ തുടരുന്നു എന്നുള്ളൊരു പരാതി ഉയരുന്ന ഒരു വേളയിൽ കൂടെയാണ് പട്ടാമ്പി സംസ്കൃത കോളേജിലും SFI ഇത്തരത്തിൽ ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുന്നു, യാതൊരു തരത്തിലും വിദ്യാർത്ഥികളെ പ്രവർത്തിക്കാനോ മറ്റോ ഒന്നും അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന പരാതി ഉയരുന്നത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾ തങ്ങളെ എന്തിനാണ് ആക്രമിച്ചത് എന്ന് പോലും തങ്ങൾക്ക് അറിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ് MSFകാരനായിട്ടുള്ളത്. മറ്റൊരു വിദ്യാർത്ഥിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നും തനിക്കില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും താൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി പറയുന്നത്. ഏതായാലും സംഭവത്തിൽ ഇതുവരെ ഏതായാലും പോലീസ് കേസെടുത്തിട്ടില്ല. ഒപ്പം തന്നെ കോളേജ് അധികൃതർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിനെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ആക്രമണം ഇതിനു മുമ്പ് ഉനൈസ് പറഞ്ഞവർക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ അതിന് പരാതി ഓഫീസിൽ കൊടുത്തു. അപ്പോഴും അവരൊന്നും അവരെന്താ ചെയ്യുക, വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതുവരെയും അവർക്ക് യാതൊരു നടപടിയും കോളേജിൽ നിന്ന് എടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ 2-3 വട്ടം പോയി. പോലീസുകാരും ഇത് ഒത്തുതീർപ്പാക്കാനൊരു നിലപാടിൽ നിൽക്കണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് കേസാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പേടിപ്പെടുത്തിയിരുന്നു. അതായത് ഇതിന് തുടർന്ന് നിങ്ങൾക്ക് ഇനി വിദേശത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെ നിരവധി വർത്താനം അവിടെ തന്നെ പറഞ്ഞിട്ട് അത് സോൾവ് ആക്കാനായിരുന്നു. എങ്ങനെയും കേസില്ലാണ്ട് ആക്കണമെന്ന് പോലീസുകാർക്ക് നിർബന്ധമായിരുന്നു. പിന്നെ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇനിയും ഇവനെയാണ് തല്ലിയത്. കോളേജിൽ കാർണിവലിൻ്റെ വളണ്ടറായിട്ടാണ് ഞാൻ പോയത്. വളണ്ടറായപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടാവും. 12 മണിയായിട്ട് ഞങ്ങൾ വെറുതെ നടക്കാൻ വേണ്ടി പോയതാണ് സയൻസ് ബ്ലോക്കിൻ്റെ അതിന്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് അഗസ് പിന്നെ അതുപോലെ കൃഷ്ണദാസ് പറഞ്ഞില്ല 2-3 വിദ്യാർത്ഥികൾ വന്ന് ഞങ്ങളെ തല്ലിയത്. എന്തിനാണെന്നോ ഒരു കാരണം ഞങ്ങൾക്ക് അറിയില്ല.